എന്താണ് ബിദഅത്ത്? ഹദീസിൽ എന്തെങ്കിലും തെളിവുകൾ വരുന്നുണ്ടോ? ശരിക്കും അതിലുള്ള യാഥാർത്ഥ്യം എന്താണ്? സഹാബാക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അതീവ ഗൗരവമേറിയതും എന്നാൽ ഇന്ന് വിശ്വാസികൾക്കിടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ഒരു വിഷയത്തിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. ഇസ്ലാമിക ശരീഅത്തിന്റെ തനിമ നിലനിർത്താൻ ബിദ്അത്തുകളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാവുക എന്നത് ഓരോ വിശ്വാസിക്കും നിർബന്ധമാണ്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ബിദ്അത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ചെയ്യാത്തതെല്ലാം ബിദ്അത്താണോ? അതല്ല പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി ദീനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നതാണോ ബിദ്അത്ത്? ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നമ്മുടെ പൂർവികർ കാലങ്ങളായി കൈമാറി വന്നതും നമ്മുടെ നാടുകളിൽ ഭക്തിപൂർവ്വം ആചരിച്ചു വരുന്നതുമായ മാല, മൗലിദ് പാരായണങ്ങൾ ഇന്ന് ചില കോണുകളിൽ നിന്ന് വിമർശിക്കപ്പെടുന്നുണ്ട്. പ്രവാചക പ്രകീർത്തനങ്ങളും മഹാന്മാരുടെ അപദാനങ്ങളും ഉൾക്കൊള്ളുന്ന ഈ സദസ്സുകൾ വെറുമൊരു ആചാരമാണോ അതോ പ്രതിഫലാർഹമായ ഇബാദത്താണോ എന്നതിനെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ നാം പരിശോധിക്കേണ്ടതുണ്ട്. ഈ ചർച്ചയിലൂടെ ബിദ്അത്തിന്റെ ഇനങ്ങളെക്കുറിച്ചും മൗലിദ് പോലുള്ള നല്ല ബിദ്അത്തുകളെ മഹാന്മാരായ ഇമാമുകൾ എങ്ങനെയാണ് നോക്കിക്കണ്ടത് എന്നതിനെക്കുറിച്ചും ആധികാരികമായ തെളിവുകളുടെ വെളിച്ചത്തിൽ നാം ചർച്ച ചെയ്യുന്നു. സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതിനെ ഉൾക്കൊള്ളുവാനും നാഥൻ സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഞാൻ അവതാരിക ത്വയ്യിബ. ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ വീക്ഷിക്കുവാൻ നമ്മളോടൊപ്പം ചേരുന്നത് മുഫീദായും റൈഹാനായുമാണ്. അപ്പോൾ നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. നമ്മുടെ വിഷയം എന്നത് ബിദ്അത്താണല്ലോ. എന്താണ് ഈ ബിദ്അത്ത്? ബിദ്അത്തിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. ഭാഷാപരമായ ബിദ്അത്ത് എന്നാൽ മുൻമാതൃകയില്ലാതെ പുതുതായി ഉണ്ടാക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. എന്നാൽ ശരീഅത്തിന്റെ സാങ്കേതിക അർത്ഥത്തിൽ പ്രവാചകന്റെ കാലത്ത് ഇല്ലാത്തതും ദീനിന്റെ പേരിൽ പുതുതായി നിർമ്മിക്കപ്പെട്ടതുമായ കാര്യങ്ങളെയാണ് ബിദ്അത്ത് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ ബിദ്അത്തിനെ പ്രധാനമായി രണ്ട് രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. പൊതുവായി വിഭജനം നോക്കുകയാണെങ്കിൽ ബിദ്അത്ത് ളലാല, അതായത് വഴിപിഴച്ച ബിദ്അത്ത്, ഖുർആനും സുന്നത്തും ഇജ്മാ എന്നിവയ്ക്ക് വിരുദ്ധമായി കടന്നുകൂടുന്നവയാണ് ഈ ബിദ്അത്ത് ളലാല എന്ന് പറയുന്ന ബിദ്അത്ത്. അത് ചെയ്താൽ ശിക്ഷയുള്ളത് തന്നെയായിരിക്കും. അത് നമ്മുടെ ഇസ്ലാമിൽ അനുവദനീയവുമല്ല. അതുപോലെ ബിദ്അത്തുൽ ഹസന, നല്ല ബിദ്അത്ത്, അതാണ് രണ്ടാമത്തെ ഇനം എന്നുള്ളത്. അതാണ് നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മാല, മൗലിദ് പോലെയുള്ള കാര്യങ്ങൾ. ഖുർആനും സുന്നത്തിനും വിരുദ്ധമല്ലാത്തതും മുസ്ലിങ്ങൾ നല്ലതായി കാണുന്നതുമായ നന്മയുള്ള കാര്യങ്ങളാണ് ഈ ബിദ്അത്തിൽ പെടുന്നത്. നല്ല ബിദ്അത്തുകൾ, അതായത് ബിദ്അത്തുൽ ഹസന ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ബിദ്അത്തുൽ ഹസന ചെയ്യാമെന്നതിന് ഹദീസിൽ എന്തെങ്കിലും തെളിവുകൾ വരുന്നുണ്ടോ? അതെ, തെളിവുകളുണ്ടല്ലോ. ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. മൻ സന്നഫിൽ ഇസ്ലാമി സുന്നത്തുൻ ഹസന ഫഉമില ബിഹാ ബഅദഹു കുതിബ ലഹു മിസ്ല ഉജ്രി മൻ അമില ബിഹാ വലാ യൻഖുസു മിൻ ഉജൂരിഹിം ശൈഉൻ. അതായത് ആ ഹദീസിൽ പറയുന്നത്, ഇസ്ലാമിൽ ഒരു നല്ല ആചാരം ആരംഭിക്കുകയും അത് പിന്നീട് പിന്തുടരുകയും ചെയ്യുന്നവന് അത് പിന്തുടരുന്നവരുടെ പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം ലഭിക്കും, അവരുടെ പ്രതിഫലത്തിൽ നിന്ന് ഒരു കുറവും വരുത്താതെ. ഈ ഹദീസ് തന്നെ ബിദ്അത്തുൽ ഹസനയ്ക്ക് ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഹദീസായാണ് ഇതിനെ പരിഗണിക്കുന്നത്. ബിദ്അത്തിനെ പലതായി തരംതിരിച്ചതായി ചർച്ച ചെയ്ത് കഴിഞ്ഞല്ലോ. അതിന് ഏതെങ്കിലും അംഗീകരിക്കപ്പെട്ട പണ്ഡിതന്മാരാണോ അതോ പിൽക്കാലത്തുണ്ടായ രീതിയായിട്ടാണോ അത് മാറിയത്? അതിനെപ്പറ്റി ഒന്ന് കൂടുതൽ വ്യക്തമാക്കാമോ? അതെ, തെളിവുകൾ എടുത്തു നോക്കി നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ബിദ്അത്തിനെ രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, അൽ മുഹ്ദസാതു മിനൽ ഉമൂരി ളുഗ്ബാനി അഹദഹുമാ മാ ഉഹ്ദസ മിമ്മാ യുഖാലിഫു കിതാബൻ ഔ സുന്നതൻ ഔ അസറൻ ഔ ഇജ്മാഅൻ ഫഹാദിഹി ബിദ്അത്തുൽ ളലാല വസ്സാനി മാ ഉഹ്ദസ മിനൽ ഖൈരി ലാ ഖിലാഫ ഫീഹി ലിവാഹിദിൻ മിൻ ഹാദാ ഫഹാദിഹി മുഹ്ദസത്തുൻ ഗൈറു മദ്മൂമത്തുൻ. ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആൻ, സുന്നത്ത്, ഇജ്മാ എന്നിവയ്ക്ക് വിരുദ്ധമായത് വഴിപിഴച്ച ബിദ്അത്തും ഇവയ്ക്ക് വിരുദ്ധമല്ലാത്ത നന്മയുള്ള കാര്യങ്ങൾ ആക്ഷേപാർഹമല്ലാത്തതുമാണ്. അതുപോലെ തന്നെ ഇസ്ബിൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു ബിദ്അത്തിനെ വാജിബ്, മൻദൂബ്, മുബാഹ്, മക്റൂഹ്, ഹറാം എന്നിങ്ങനെ 5ആയി ഭാഗിച്ചിട്ടുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു എല്ലാ ബിദ്അത്തും വഴിപിഴച്ചതാണ് എന്ന ഹദീസ് പൊതുവായ കാര്യങ്ങൾ ചില പ്രത്യേക ഇനങ്ങളെ കുറിക്കുന്നതാണെന്ന് വിശദീകരിച്ചു. ഇങ്ങനെയുള്ള അംഗീകരിക്കപ്പെട്ട പണ്ഡിതന്മാർ ബിദ്അത്തിനെക്കുറിച്ച് പലയിടങ്ങളിൽ പലതായി ഭാഗിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തൊരു നല്ല കാര്യത്തെയാണ് നമ്മൾ കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ അത് ബിദ്അത്തുൽ ഹസനയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തതായിട്ടുള്ള ഒരു ബിദഅത്തുൽ ഹസനേന സഹാബാക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടല്ലോ. നാം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ഖുർആൻ ഷരീഫുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആ ഖുർആനുകൾ എന്താക്കിയിട്ടില്ല, ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവോട് ചെയ്തൊരു തീരുമാനമാണ് എന്ത്, ഖുർആൻ ക്രോഡീകരിക്കാമെന്നുള്ളത്. അന്ന് അവർക്കിടയിൽ ഒരു സംശയമൊക്കെ ഉണ്ടായി, ഖുർആൻ ക്രോഡീകരിക്കണോ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ അവർക്ക് സംശയം ഉണ്ടായെങ്കിലും അതൊരു ബിദ്അത്തുൽ ഹസനയല്ലേ എന്ന തീരുമാനത്തിലെത്തിയതിനു ശേഷം അവർ ആ ഖുർആൻ ഷരീഫ് ക്രോഡീകരിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്നും ആ ഖുർആൻ ഷരീഫുകൾ തെറ്റൊന്നും കൂടാതെ തന്നെ നമ്മുടെ കൈകളിലൊക്കെ കൈമാറി വരുന്നുണ്ട്. അതൊരു ബിദ്അത്തുൽ ഹസനയായി അവരന്ന് പരിഗണിച്ചത് കൊണ്ടാണ് ഇന്നും ആ ഖുർആൻ ഷരീഫ് നമ്മുടെ കൈകളിൽ നിലനിൽക്കുന്നത് തന്നെ. അതുപോലെ സ്വഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പള്ളിയിലേക്ക് വന്നപ്പോഴത്തേക്കും അവിടെ തറാവീഹ് നമസ്കരിക്കുന്ന ആളുകൾ പലതായി നിന്ന് നമസ്കരിക്കുന്ന രംഗം കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവരെല്ലാവരെയും കൂടി കൂട്ടിച്ചേർത്ത് ഒരൊറ്റ ഇമാമിൻ്റെ കീഴിൽ നമസ്കരിപ്പിക്കാം എന്നൊരു തീരുമാനമെടുത്തു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, അവരെല്ലാവരെയും കൂടി കൂട്ടിച്ചേർത്ത് ഒരൊറ്റ ഇമാമിൻ്റെ കീഴിൽ നിർത്തി ജമാഅത്തായിക്കൂടെ തറാവീഹ് നമസ്കരിപ്പിച്ചു. അങ്ങനെ ഒരു സന്ദർഭത്തെ ഉമർ റളിയല്ലാഹു അൻഹു വിശേഷിപ്പിക്കുന്നുണ്ട്, നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി, ഇതൊരു നല്ല ബിദ്അത്താണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു വിശേഷിപ്പിക്കുന്ന ഒരു സന്ദർഭം ഹദീസുകളിൽ കാണാം. വേറൊരു സന്ദർഭം പരിശോധിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായി, ബിലാലെ, ഞാൻ സ്വർഗ്ഗത്തിൽ നിന്റെ കാലൊച്ച കേട്ടല്ലോ, അതിനെന്താണ് നീ പ്രത്യേകമായി ചെയ്യാറുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഞാൻ രാത്രിയിലോ പകലിലോ എന്നൊന്നും നോക്കാറില്ല, പക്ഷേ വുളു എടുത്തതിന് ശേഷം ഞാൻ എപ്പോഴാണെങ്കിലും 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടില്ല. മറിച്ച് ബിലാൽ റളിയല്ലാഹു അൻഹു ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്താക്കുകയും അത് നല്ലൊരു കാര്യമാണെന്ന് പ്രശംസിക്കുകയും ചെയ്തു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ. അപ്പോൾ അതിനൊക്കെ ഉദാഹരണമാണ് എന്ത്, നല്ല പ്രവൃത്തി ആരൊരുവൻ ചെയ്താലും അത് നല്ലതായിട്ട് തന്നെ പരിഗണിക്കുകയും തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചതിന് ഉദാഹരണമാണ് എന്ത്, ബിലാൽ റളിയല്ലാഹു അൻഹു 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രശംസിച്ച ആ സന്ദർഭം. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ മാലയും മൗലൂദൊക്കെ ബിദ്അത്താണെന്നാണല്ലോ സുന്നത്ത് ജമാഅത്തിൻ്റെ ശത്രുക്കൾ പറയുന്നത്. ശരിക്കും അതിലുള്ള യാഥാർത്ഥ്യം എന്താ? അതിലെ യാഥാർത്ഥ്യം എന്തെന്നാൽ കുല്ല് ബിദ്അത്തുൽ ളലാല, എല്ലാ ബിദ്അത്തും വഴിപിഴച്ചതാണ് എന്ന ഹദീസിലെ കുല്ല് എന്ന വാക്കിനെ മാത്രം പിടിച്ചാണ് അവർ സംസാരിക്കുന്നത്. എന്നാൽ ഇമാമിയങ്ങൾ വിശദീകരിച്ചതുപോലെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉദ്ദേശിച്ചത്. മൗലിദ് മാലകളും പ്രവാചക കീർത്തനങ്ങളും നന്മയായതുകൊണ്ട് അവ ബിദ്അത്തുൽ ഹസനയിൽ ഉൾപ്പെടുന്നു. അങ്ങനെ നമ്മുടെ ചർച്ചയുടെ അവസാനിക്കുകയാണ്. റൈഹാനയും മുഫീദയും ബിദ്അത്ത് എന്ന വിഷയത്തെക്കുറിച്ച് വളരെ വിജ്ഞാനപ്രദമായ കാര്യങ്ങളാണ് നമ്മളുമായി പങ്കുവച്ചിട്ടുള്ളത്. ചർച്ചയുടെ തുടക്കത്തിൽ നാം കണ്ടതുപോലെ ബിദ്അത്തിനെ കുറിച്ചുള്ള പല കാഴ്ചപ്പാടുകളും പലപ്പോഴും വലിയ തെറ്റിദ്ധാരണകളിലേക്ക് നയിച്ചേക്കാം. എന്നാൽ അംഗീകരിക്കപ്പെട്ട പണ്ഡിതന്മാരുടെ വീക്ഷണത്തിലൂടെയും മേൽ പറയപ്പെട്ട ഹദീസുകളിലൂടെയും ബിദ്അത്തിനെ നന്മയുടെയും തിന്മയുടെയും അടിസ്ഥാനത്തിൽ വേർതിരിക്കേണ്ടതുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എങ്കിലും ഇന്ന് ഒരു വശത്തുകൂടി മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാണ് മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ ഇത്രയധികം തർക്കങ്ങളും വാദങ്ങളും ഉയർന്നു വരുന്നത്. ഏതായാലും നാഥൻ സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും മനസ്സിലാക്കുവാനും അതിനെ ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഈ ചർച്ച അതിനുള്ള ഒരു ഉപകാരപ്രദമായ സഹായിയാക്കട്ടെ എന്ന ദുആവസിയത്തോടുകൂടി ഞാൻ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.